ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് ആൾക്കുരങ്ങിനെ ആളാക്കിയവൻ എന്ന പുസ്തകമാണ്. ഇതിൻ്റെ സബ് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത് ചാൾസ് ഡാർവിൻ. അതായത് ആൾക്കുരങ്ങിനെ ആളാക്കിയവൻ എന്ന് പറഞ്ഞാൽ ആൾക്കുരങ്ങിൽ നിന്ന് പരിണമിച്ച് അതെന്തായി മാറി, ആളായി മാറി എന്ന ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അതിനെ പ്രതിപാദിച്ചുകൊണ്ട് ചാൾസ് ഡാർവിനെ കുറിച്ച് CM രാജൻ രചിച്ചതാണ്. ഇതൊരു ലഘു ജീവചരിത്രമാണ്. ആൾക്കുരങ്ങിനെ ആളാക്കിയവൻ എന്നതിൽ CM രാജൻ ആമുഖം എഴുതിയിട്ടില്ല. നമുക്ക് അവതാരിക നോക്കാം. അവതാരിക എന്ന് പറഞ്ഞിട്ടില്ല. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇൻസൈറ്റ് പബ്ലിഷേഴ്സാണ്. സുമേഷ് ഇൻസൈറ്റാണ് വിശ്വം പുതുക്കി വാർത്ത വിസ്മയ മനീഷികൾ എന്ന ചെറിയ ടൈറ്റിലിൽ ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ പ്രകൃതി ജീവികളിൽ നിന്ന് മാനവിക ഭാവങ്ങളിലേക്ക് മനുഷ്യകുലത്തെ പരിവർത്തിപ്പിച്ചത് മനുഷ്യരുടെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും തന്നെയാണ്. ഗുഹാജീവിതത്തിൽ നിന്നും കുതിച്ചുയർന്ന മനുഷ്യർ കയ്യെത്തിപ്പിടിച്ച നേട്ടങ്ങൾ ശാസ്ത്രജ്ഞാനം കൊളുത്തിവെച്ച വിജ്ഞാന വെളിച്ചമല്ലാതെ മറ്റെന്താണ് എന്നാണ് സുമേഷ് ചോദിക്കുന്നത്. ശാസ്ത്രം കൊളുത്തിവെച്ച ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തെ ശാസ്ത്രജ്ഞരുടെ ജീവിത ചിത്രണത്തിലൂടെ ആഖ്യാനം ചെയ്യുകയും ഓരോ ശാസ്ത്രജ്ഞരുടെയും ജീവിതത്തിൻ്റെ വിഗതികളെയും കണ്ടെത്തലിനു പിന്നിലുള്ള കൗതുകകരമായ അനുഭവങ്ങളെയും ഈ പുസ്തകങ്ങൾ അനാവരണം ചെയ്യുന്നു. പ്രതിഭാശാലികളായ ശാസ്ത്രജ്ഞരുടെ പ്രഭാപൂരമായ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും പുതുതലമുറകളിലേക്ക് കൂടി പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉദ്യമത്തിന് ഞങ്ങൾ തയ്യാറായത്. ഈ പുസ്തകം എഴുതിയത് CM രാജൻ ആണ്. അദ്ദേഹത്തിന് ഇൻസൈറ്റ് സുമേഷ് നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ മൂടുപടം പതുക്കെ പതുക്കെ നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾക്കും പുരോഗമനാത്മകമായ ചിന്തകൾക്കും മേലെ മറവിരിക്കുമ്പോൾ ഈ പുസ്തകം ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ ഒരു കൈത്തിരിയായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതാരിക അവസാനിക്കുന്നു. ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം. ആദ്യം ദൈവത്തിനെതിരെ ഒരു മനുഷ്യൻ. ചാൾസ് ഡാർവിന് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എങ്കിലും അദ്ദേഹം ലോകം ചുറ്റി. അങ്ങനെ ചുറ്റി നടക്കുന്നതിനിടയിൽ കണ്ടെത്തിയതാണ് ഗലാപ്പഗസ് എന്നൊരു ദ്വീപ സമൂഹം, ഒരു ഐലൻഡ്. തെക്കേ അമേരിക്കയിലെ ഇക്കഡോർ എന്ന രാജ്യത്തിൻ്റെ തീരത്തു നിന്ന് 600 നാഴിക ദൂരത്താണ് ഗലാപ്പഗസ്, അതായത് 966 കിലോമീറ്റർ അകലെ. തെക്കേ അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്തുകൂടി ഒരു കപ്പലിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഡാർവിൻ ഈ ദ്വീപസമൂഹത്തിൽ എത്തപ്പെട്ടത്. കുട്ടികളെ പോലെ ചെടികൾ, ചിപ്പികൾ, ഇതെല്ലാം പാറക്കല്ലുകൾ, ഇതെല്ലാം ശേഖരിക്കുന്നതിലായിരുന്നു ഡാർവിൻ്റെ ഹോബി. ഈ ഗലാപ്പഗസിലെത്തിയപ്പോൾ ഡാർവിൻ ചില പക്ഷികളെ ശേഖരിക്കുകയുണ്ടായി. പിടിച്ച് ശേഖരിച്ചു വെച്ചു. ഈ പക്ഷിയുടെ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഫിഞ്ച് എന്നാണ്. ഈ പക്ഷികളുടെ കൊക്കുകൾ തടിച്ചതാണ്, ചിറകുകൾ വർണ്ണശബളമാണ്. പാട്ടുപാടുന്ന ഈ പറവകൾ വിത്തുതീനികളാണ്. ഡാർവിൻ നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 13 ഫിഞ്ചുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവയെ ജോൺ ഗോൾഡ് എന്നൊരാളെ കാണിച്ചു. ആരാണീ ജോൺ ഗോൾഡ്? ഒരു പക്ഷി ശാസ്ത്രജ്ഞനാണ് ജോൺ ഗോൾഡ്. വഴിയരികിൽ തത്തയെ കൊണ്ട് ഷീട്ടടിപ്പിക്കുന്ന ആളാണ് അദ്ദേഹമെന്ന് വിചാരിച്ചു പോകരുത്. പക്ഷികളെ ശാസ്ത്രീയമായി നിരീക്ഷിച്ച് പഠിക്കുന്ന ആളാണ് ജോൺ ഗോൾഡ്. ഇത്തരം ആളുകളെ ഓർണിത്തോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓർണിത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞരാണ്. ഓർണിത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ഷി ശാസ്ത്രജ്ഞരെന്ന് പറയാം. ഓർണിത്തോളജി എന്ന് പറഞ്ഞാൽ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഡാർവിൻ കൊടുത്ത ഫിഞ്ചുകളെ ഗോൾഡ് കാര്യമായി പരിശോധിച്ചു. പരിശോധനയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി പുറത്തു വന്നു. 13 ഫിഞ്ചുകളും 13 തരങ്ങളാണ്. ഒരേ പക്ഷിയുടെ 13 വിഭിന്ന രൂപങ്ങൾ.
സൂക്ഷിച്ചു നോക്കിയാലേ അവയ്ക്കിടയിലെ വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ. പക്ഷികളെ പഠിക്കുന്നവനായതുകൊണ്ടാകണം അദ്ദേഹം ഇത് പെട്ടെന്ന് മനസ്സിലാക്കിയത്. കൊക്ക് ഓടക്കുഴൽ പോലെ അവൻ ചെറുപഴങ്ങളും പ്രാണികളും കഴിക്കും. ഇനി ഒരുവൻ്റെ കൊക്ക് പാക്കുവെട്ടി പോലിരിക്കുന്നു, അവൻ കരയിലുള്ള കുരുക്കൾ തിന്നുന്നവനാണ്. ഇങ്ങനെ പോകുന്നു ഓരോ തരം ഫിഞ്ചുകളും. ഈ ഫിഞ്ചുകളെല്ലാം പൊതുവായൊരു മുതുമുത്തച്ഛൻ ഫിഞ്ചിൻ്റെ പേരക്കിടാങ്ങളാണെങ്കിലോ? അങ്ങനെ ഡാർവിൻ ചിന്തിച്ചു. കാരണം ഇന്ന് കാണുന്ന ഭൂവിഭാഗങ്ങളൊക്കെയും പ്രകൃതി ശക്തികൾ മൂലം ശതകോടിക്കണക്കിന് വർഷങ്ങളിലൂടെ രൂപപ്പെട്ടതാണ്. ഇപ്പോഴുള്ള നമ്മുടെ സൗരയൂഥം പോലും ദശലക്ഷം വർഷങ്ങളിലൂടെ തണുത്തുറഞ്ഞുണ്ടായതാണ്. മരങ്ങളും മൃഗങ്ങളും പക്ഷികളുമെല്ലാം ഇതുപോലെ കാലത്തിലൂടെ ഉണ്ടായതായി കൂടെ. എന്നാൽ പണ്ടുകാലത്ത്, അതായത് ഡാർവിൻ ജീവിച്ചിരുന്ന അക്കാലത്ത്, എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത് എന്നൊരു അന്ധവിശ്വാസമുണ്ടായിരുന്നു. ബൈബിൾ കഥകളിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. ഡാർവിനും ദൈവവിശ്വാസമുണ്ടായിരുന്ന ആളൊക്കെ തന്നെ. പക്ഷേ ബൈബിൾ കഥ അങ്ങ് വിശ്വസിക്കാൻ അത്ര വിശ്വാസമൊന്നും ആർക്കില്ലായിരുന്നു. ഡാർവിന് ഇല്ലായിരുന്നു. ഒരു ശാസ്ത്രജ്ഞന് അത്യാവശ്യം വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിരീക്ഷണ പാടവം, എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം, ക്രിയാത്മകമായ സംശയശീലം, മറ്റുള്ളവർ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കാനുള്ള പ്രവണത. ഇതെല്ലാമാണ് ഒരു ശാസ്ത്രജ്ഞനാകാൻ പോകുന്ന ആളിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. കപ്പൽ യാത്രയോടെ ഡാർവിൻ ഒരു കാര്യം മനസ്സിലായി. ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് ദൈവം അവയെ സൃഷ്ടിക്കുന്നത് കൊണ്ടല്ല, ഒരു മരത്തിൻ്റെ ശാഖകളെപ്പോലെ അല്ലെങ്കിൽ ഒരു പുഴയിൽ നിന്ന് പുറപ്പെടുന്ന അരുവികളെപ്പോലെ അവ ഉണ്ടാവുകയാണ്. കാരണം ദൈവമല്ല സൃഷ്ടിക്ക് കാരണമെന്ന് പറയുന്നത് ദൈവനിന്ദയാണെന്ന് ഡാർവിൻ അറിയാമായിരുന്നു. ബൈബിളിൽ സൃഷ്ടിയുടെ കേന്ദ്രം ദൈവമാണല്ലോ. ഡാർവിൻ്റെ ഫിഞ്ചുകൾ പക്ഷേ ദൈവത്തിൻ്റെ ഭാവന സൃഷ്ടിയല്ല. അവ പൂർവികനായൊരു ഫിഞ്ചിൽ നിന്ന് കാലാന്തരത്തിലൂടെ മാറ്റങ്ങളുണ്ടായി ശാഖോപശാഖകളായി വന്നവരാണ്. ഇതിൽ നിന്ന് അദ്ദേഹം ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയെടുത്തു, പരിണാമ സിദ്ധാന്തം. ഏതെങ്കിലും ഒരു കാര്യത്തെ വിശദീകരിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരാശയവ്യവസ്ഥയാണ് നമ്മൾ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത്. ഡാർവിൻ്റെ ലക്ഷ്യം ജീവജാലങ്ങൾ ഉണ്ടാകുന്നതെങ്ങനെയെന്ന് വിശദീകരിക്കുകയായിരുന്നു. അതാണ് പരിണാമ സിദ്ധാന്തം, അതായത് എവല്യൂഷൻ. കാലം കടന്നു പോകുമ്പോൾ ജീവികളിലുണ്ടാകുന്ന മാറ്റത്തെയാണ് പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ ജീവവംശവും അതിനു മുമ്പുള്ള ജീവികളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണെന്ന് അദ്ദേഹം വാദിച്ചു. ആദ്യത്തെ ജീവികൾ ശതകോടി വർഷങ്ങൾക്ക് മുമ്പുണ്ടായി. അവ കാലാന്തരത്തിൽ പരിണമിച്ച് ഇന്ന് കാണുന്ന ദശലക്ഷക്കണക്കിന് ജീവവംശങ്ങളായി മാറി. എന്തുകൊണ്ടാണ് ജീവികളിൽ ഈ മാറ്റം ഉണ്ടാകുന്നത്? ചെടികളുടെയും ജന്തുക്കളുടെയും കുഞ്ഞുങ്ങൾക്ക് അച്ഛനമ്മമാരുടെ ലക്ഷണങ്ങൾ പാരമ്പര്യമായി ലഭിക്കുമെന്ന് നമുക്കറിയാം. എല്ലാ ലക്ഷണങ്ങളും അതേപോലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടണമെന്നില്ല. അവയിൽ ചിലതിന് മാറ്റങ്ങൾ വന്നേക്കാം. കുഞ്ഞുങ്ങളെ കൂടുതൽ കാലം ജീവിക്കാൻ സഹായിക്കുന്ന ചില മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കിട്ടും. ഈ മാറ്റം പകർന്നു കിട്ടാത്ത കുഞ്ഞുങ്ങൾ അധികകാലം വാഴില്ല. അവയ്ക്ക് ക്രമേണ വംശനാശം സംഭവിച്ചേക്കാം. ഇതിനെ പ്രകൃതി നിർദ്ധാരണം, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അർഹിക്കുന്നവരുടെ അതിജീവനം, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണ് സാങ്കേതികമായി ഈ പ്രക്രിയയെ വിളിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്ന് ശിശുക്കളിലേക്കും ആ ശിശുക്കളിൽ നിന്ന് അവയുടെ ശിശുക്കളിലേക്കും പരിണാമം അല്ലെങ്കിൽ മാറ്റം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ജീവികളുടെ രൂപങ്ങൾ ഇങ്ങനെ മാറുന്നു. ആദ്യ ജീവിയെപ്പോലെ ഇരിക്കില്ല അന്ത്യജീവിയുടെ രൂപം. മാത്രമല്ല, ആദ്യ രൂപത്തിനും അന്ത്യരൂപത്തിനുമിടയിൽ മാറ്റങ്ങൾ ഉൾക്കൊണ്ട നിരവധി രൂപങ്ങൾ വേറെയും ഉണ്ടാകാം. നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരോടാണ് അടുത്ത ബന്ധം. അവർക്കോ അവരുടെ അച്ഛനമ്മമാരോടും, ആ അച്ഛനമ്മമാർക്കോ അവരുടെ അച്ഛനമ്മമാരോടല്ലേ അടുത്ത ബന്ധം. അങ്ങനെ ഒന്ന് പുറകോട്ട് പോയി നോക്കൂ. പിറകിലേക്ക് പോയാൽ നമ്മുടെ ആദി പൂർവികൻ ആരായിരിക്കും? അത് ഈ ഭൂമിയിലെ എല്ലാ ചെടികളുടെയും ജന്തുക്കളുടെയും പിതാമഹൻ ആയിരിക്കും.
ശതകോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവരൂപത്തിൽ നിന്നാണ് നമ്മളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള പരിണാമത്തിലൂടെ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നറിയാം. ഇന്നും പലർക്കും ഇത് വിശ്വാസമായിട്ടില്ല എന്നത് ഒരത്ഭുതം തന്നെയാണ്. ആരായിരിക്കും നമ്മുടെ ആദിമാതാവ് അല്ലെങ്കിൽ ആദിപിതാവ്? ആദിജീവികളിൽ ആണും പെണ്ണുമില്ലെന്ന് അറിയാമല്ലോ. സൂര്യനിൽ നിന്ന് വേർപെട്ട് വന്നവളാണ് ഭൂമി എന്ന് നമുക്കറിയാം. വേർപെട്ടുവെങ്കിലും ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് വിട്ടില്ലെന്നും അറിയാം. ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്നതിനിടയിൽ ഭൂമി തണുത്തു തുടങ്ങി. തണുത്തു കുറേ കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ജലാശയങ്ങളുണ്ടായി. അവയിലൊരു ജലാശയത്തിൽ ഇടിമിന്നൽ വീണു. ആ ജലാശയം ഒരു കുളമായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ആഴക്കടലിലെ ഉഷ്ണജലമുള്ള ഒരു മേഖലയായിരിക്കാം. അതേക്കുറിച്ച് ആർക്കും വലിയ പിടിയില്ല. ആദ്യത്തെ ജീവൻ്റെ തുടിപ്പുകൾ എന്ന് പറയുന്നത് ബാക്ടീരിയ പോലുള്ള ഏകകോശ ജീവികളാണ്. ഈ ജീവികളിൽ ചില ബാക്ടീരിയകൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം പാചകം ചെയ്യുന്നു. ഇതിലൂടെ ഒരുപാട് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. ബാക്ടീരിയയിൽ നിന്ന് വ്യത്യസ്തമായി കോശകേന്ദ്രങ്ങളുള്ള ചില ജീവികളും ഇക്കാലത്തുണ്ടായി. കണ്ടാൽ ചിലപ്പോൾ ഇവ ജീവികളെപ്പോലെ ഇരിക്കും, മറ്റ് ചിലപ്പോൾ ചെടികളെപ്പോലെ തോന്നും. ഇവ ജന്തുക്കളുമല്ല, ചെടികളുമല്ല, എന്തിന് കൂണുകൾ പോലുമല്ല. എല്ലാറ്റിനും കൂടി ഒരു പേരിട്ടു: പ്രോട്ടിസ്റ്റുകൾ. അമീബ, പാരമീസിയം, പൂപ്പൽ പോലുള്ള ചില കൂണുകൾ തുടങ്ങിയവ പ്രോട്ടിസ്റ്റുകളാണ്. ഏകകോശ ജീവികൾക്ക് പിന്നാലെ ബഹുകോശ ജീവികൾക്ക് ആൽഗകൾ ആഹാരമായി തീർന്നു. ആൽഗകളാണ് ഹരിതസസ്യങ്ങളുടെ പൂർവികർ. അപ്പോൾ ഹരിതസസ്യങ്ങളുടെ പൂർവികർ ആരാണ്? ആൽഗകൾ. ചെടികൾക്കൊപ്പം പുല്ലുകളും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ജീവപരിണാമ വൃക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ശാഖയിലുള്ളവരാണ് ആൾക്കുരങ്ങന്മാർ. വാലില്ലാത്ത പഹയന്മാർ, വലിയ തലച്ചോറുള്ളവർ, ഗിബ്ബണുകൾ, ഒറാങ് ഒട്ടാനുകൾ, ചിമ്പാൻസികൾ, പിന്നെ മനുഷ്യൻ ആൾക്കുരങ്ങിൽ നിന്ന് പരിണമിച്ചു വന്നതെന്നാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പറയുന്നത്. ഡാർവിൻ എവിടെ, എപ്പോൾ ജനിച്ചു? 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലെ ഷ്രൂസ്ബെറി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു. അച്ഛനമ്മമാർ ആരെല്ലാം? വീട്ടുപേര് എന്ത്? അച്ഛൻ റോബർട്ട് ഡാർവിൻ, അമ്മ സൂസന്ന വെഡ്ജ്വുഡ്. ഗിരി എന്നു പേരുള്ള ഒരു വലിയ വീട്ടിലാണ് ഡാർവിൻ ജനിച്ചത്. ഡാർവിൻ്റെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. അമ്മ ഡാർവിന് 8 വയസ്സാകുന്നതിന് മുമ്പേ മരിച്ചുപോയി. ഡാർവിൻ്റെ സഹോദരിമാരാകട്ടെ അമ്മയുടെ മരണശേഷം അവരെക്കുറിച്ച് അവനോടൊന്നും മിണ്ടിയില്ല. അമ്മയുടെ മരണം ഓർക്കാൻ അവർക്ക് അത്രയ്ക്ക് പ്രയാസമായിരുന്നു. ഡാർവിന് പഠിക്കാനൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. ആരെങ്കിലും പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ ഇരുന്നാൽ അവൻ എണീറ്റ് ഓടുമായിരുന്നു. ഡാർവിന് ഇഷ്ടം വീട്ടിലെ ചുറ്റുവട്ടത്തെ കുറ്റിക്കാട്ടിലും അലഞ്ഞു തിരിയാനായിരുന്നു. മൂത്ത ചേച്ചി കരോളിൻ, അനിയത്തി കാതറിൻ. ചാൾസിന് 9 വയസ്സായി. സ്കൂളിൽ താമസിച്ചു പഠിക്കേണ്ട പ്രായം. അന്ന് പല കുട്ടികളും സ്കൂളിൽ താമസിച്ചു പഠിക്കുമായിരുന്നു. ഇക്കാലത്ത് ബോർഡിംഗ് സ്കൂൾ ഉള്ളതുപോലെ അന്ന് സ്കൂളിൽ നിന്ന് പഠിക്കും. ചാൾസിൻ്റെ സ്കൂൾ വീടിനടുത്തായിരുന്നു, ഷ്രൂസ്ബെറി സ്കൂൾ. അവൻ അവിടെ താമസിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. പ്രത്യേകിച്ച് രാത്രി ഡോർമെട്രിയിൽ കിടന്നുറങ്ങുന്ന കാര്യം അവന് ഒട്ടും സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അവൻ വീട്ടിലേക്ക് ഒളിച്ചോടും. ചേട്ടൻ ഇറാസ്മസിനെയും വളർത്തുനായ സ്പാർക്കിനെയും കാണാനാണ് എന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. എന്നാൽ രാത്രി സ്കൂൾ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് തിരിച്ചെത്താൻ അവന് നന്നായി ഓടേണ്ടി വരുമായിരുന്നു. ചാൾസ് പഠനത്തിൽ വളരെ പിന്നിലായിരുന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ 2 ദിവസം കഴിഞ്ഞാൽ മറന്നു പോകും. ഹോറേസിൻ്റെ കവിതകൾ പക്ഷേ ചാൾസിന് വളരെ ഇഷ്ടമായിരുന്നു. സ്കൂൾ വിടുമ്പോൾ ചാൾസ് ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. നായാട്ടും നായയും എലി പിടിക്കലുമാണ് നിനക്ക് താല്പര്യം. നീ നിനക്ക് മാത്രമല്ല കുടുംബത്തിനൊന്നാകെ നാണക്കേട് വരുത്തി വയ്ക്കും. അച്ഛൻ ഒരു ഡോക്ടറാണെന്ന് നിനക്കറിയാമോ? അങ്ങനെ ചാൾസ് ഡാർവിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം വളരെ മോശമായിരുന്നു. അച്ഛനെക്കുറിച്ച് ചാൾസിന് നല്ല ഓർമ്മകളേ ഉള്ളൂ. അച്ഛൻ്റെ സ്വഭാവത്തിലെ 2 സവിശേഷതകൾ ചാൾസിന് വളരെ ഇഷ്ടമാണ്. അച്ഛന് നിരീക്ഷണ പാടവവും മറ്റുള്ളവരോട് സഹാനുഭൂതിയുമുണ്ട്. മറ്റുള്ളവരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നതിൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതി, അവരുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നതിലും കൂടിയായിരുന്നു.
അച്ഛനിൽ നിന്ന് ബുദ്ധിപരമായ യാതൊന്നും പകർന്നു കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം കുട്ടികൾക്കെല്ലാം സ്വഭാവത്തിൻ്റെ മേഖലയിൽ മാതൃകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ശാശ്വത നിയമം ചാൾസ് എപ്പോഴും ഓർക്കും: നമുക്ക് ബഹുമാനിക്കാൻ പറ്റാത്തവരെ നമ്മുടെ ചങ്ങാതിമാരാക്കരുത്. ചാൾസിന് അനുസരിക്കാൻ പ്രയാസമായിരുന്ന നിയമം. ചേട്ടൻ ഇറാസ്മസും ചാൾസിന് പ്രിയപ്പെട്ടവനായിരുന്നു. അച്ഛനെപ്പോലെ അവനും ഹൃദയത്തിൽ കരുണയുള്ളവനായിരുന്നു. അവൻ ഒരുപാട് വായിക്കും, ചാൾസിനെയും വായിക്കാൻ പ്രോത്സാഹിപ്പിക്കും. എന്നാൽ ഇറാസ്മസിൻ്റെ അഭിരുചികൾ ചാൾസിൻ്റേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഫ്രാൻസിസ് ഗാൾട്ടൺ പറഞ്ഞതുപോലെ, വിദ്യാഭ്യാസവും പരിതസ്ഥിതിയും ഒരാളുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരാളിലെ മിക്ക ഗുണസവിശേഷതകളും പൊതുവെ സഹജമാണ്. ചേട്ടൻ ഇറാസ്മസ് പൂന്തോട്ടത്തിലെ പണിപ്പുരയിൽ സ്വന്തമായൊരു രസതന്ത്ര പരീക്ഷണശാല പണിഞ്ഞു. അതോടൊപ്പം തന്നെ ചാൾസും സഹായിയായി നിന്നു. ഇതറിഞ്ഞ കൂട്ടുകാർ ചാൾസിനെ കളിയാക്കി വിളിച്ചു ഗ്യാസ് എന്ന്. ഇതറിഞ്ഞ ഹെഡ് മാസ്റ്റർ മിസ്റ്റർ ബട്ട്ലറും ലാബിൻ്റെ കാര്യം അറിഞ്ഞു. അദ്ദേഹം ചാൾസിനെ പരസ്യമായി വഴക്കു പറഞ്ഞു. അവനെ പോക്കോ കുറൈൻറ്റ് എന്ന് വിളിച്ചു. ഒരു വകയ്ക്കും കൊള്ളാത്തവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മക്കളെ ഡോക്ടർമാരാക്കണമെന്നായിരുന്നു ചാൾസിൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടത്. ഒരു ഡോക്ടർക്ക് തൻ്റെ മക്കളും ഡോക്ടറാകുന്നതായിരിക്കുമല്ലോ ഇഷ്ടം. അങ്ങനെയാണ് ഇറാസ്മസും ചാൾസും സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സ്കൂളിലെത്തിയത്. അന്ന് ചാൾസിന് 16 വയസ്സാണ്. 1-2 ശസ്ത്രക്രിയകൾ കണ്ടതോടെ ചാൾസിന് വൈദ്യപഠനം മതിയായി. എങ്കിലും അച്ഛൻ വിഷമിക്കരുതെന്നോർത്ത് അവൻ പഠനം നിർത്തിയില്ല. ചാൾസ് ഡാർവിൻ്റെ കാലത്തെ സർജറി ഇക്കാലത്തെ പോലെ അല്ലായിരുന്നു. 2 ശസ്ത്രക്രിയകളെ ഞാൻ കണ്ടുള്ളൂ. അവയിലൊന്ന് ഒരു കുട്ടിയുടേതായിരുന്നു. ശസ്ത്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ സ്ഥലം വിട്ടു. ആ കൊല്ലം മുഴുവൻ അതെന്നെ നോവിച്ചു. അന്നൊക്കെ അനസ്തേഷ്യ ഇല്ലാതെയായിരുന്നു സർജറി നടത്തിയിരുന്നത്. വേദന സംഹാരികളും ഇല്ലായിരുന്നു. നൂറ്റാണ്ടുകളോളമായി ഡോക്ടർമാർ വേദന മരവിപ്പിക്കാനുള്ള സൂത്രങ്ങൾ തേടുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ മദ്യം ഉപയോഗിച്ചു, മറ്റു ചിലർ അവീൻ പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ചു. ഇനിയും ചിലർ സർജറിക്ക് മുമ്പ് രോഗിയെ അടിച്ചു ബോധം കെടുത്തും, എന്നിട്ട് സർജറി നടത്തും. 1844 ഒരു അമേരിക്കക്കാരൻ ദന്ത ഡോക്ടർ ഹോറേസ് വെൽസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, നൈട്രസ് ഓക്സൈഡ് പല്ല് എടുക്കുമ്പോൾ വേദന ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്കി. 1846 ഒരു സർജൻ രോഗിയിൽ സൾഫൂരിക് ഈഥർ പ്രയോഗിച്ചു നോക്കി. രോഗിയുടെ താടിയിലുണ്ടായിരുന്ന മുഴ മുറിച്ചു മാറ്റിയപ്പോൾ അത്ഭുതം, അയാൾ വേദന അറിഞ്ഞതേയില്ല. അതോടെ ചികിത്സയുടെ പുതിയൊരു ലോകം പിറന്നു. ചാൾസിന് ഡോക്ടർ പഠനം ഇഷ്ടമില്ലെന്ന് മനസ്സിലാക്കിയ അച്ഛൻ പറഞ്ഞു, വേണ്ട, നീ പഠിക്കണ്ട, നീ ഡോക്ടറാകണ്ട, ഒരു പാതിരിയായിക്കൂടെ നിനക്ക്? അതിന് നിനക്ക് വിരോധമുണ്ടോ? എന്തെങ്കിലും ഒരു തൊഴിലില്ലെങ്കിൽ ശരിയാകില്ലല്ലോ. പാതിരിയാകുന്നത് നല്ലതാണെന്ന് ചാൾസിനും തോന്നി. പല പാതിരിമാരും പ്രകൃതി പഠനത്തിന് സമയം ചെലവഴിക്കുന്നവരാണല്ലോ. പാതിരിയായാൽ ചാൾസിനും പക്ഷികളെ നോക്കാം, പ്രാണികളെ പെറുക്കാം, കല്ലുകളും കട്ടകളും തിരയാം. പാതിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? പള്ളിയിലെ ഫാദറാകുക, അതാണ് പാതിരി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാതിരിയാകാൻ ചാൾസ് സമ്മതിച്ചു. അച്ഛൻ അവനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിട്ടു, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പാതിരിയാകാനുള്ള പഠനത്തിന് വേണ്ടി. പാതിരിയാകാൻ കേംബ്രിഡ്ജിൽ പഠിക്കുമ്പോഴും ചാൾസിൻ്റെ പ്രകൃതി പ്രേമം മങ്ങാതെ നിന്നു. ക്ലാസുകൾ നന്നായി ബോറടിപ്പിച്ചുവെങ്കിലും എഡിൻബർഗിലെന്ന പോലെ പഠനം ചാൾസ് വിട്ടില്ല. ക്ലാസ്സിലിരിക്കണമെന്ന നിർബന്ധം കേംബ്രിഡ്ജിൽ ഇല്ലാതിരുന്നതും ഒരു സൗകര്യമായി. കൂട്ടുകാരൊത്ത് കുടിയും ചീട്ടുകളിയും പാട്ടുപാടലുമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ സമയം പാഴാക്കിയതിനെക്കുറിച്ച് ഡാർവിൻ പിന്നീട് പശ്ചാത്താപത്തോടെയാണ് ഓർത്തത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ സർവ്വവിജ്ഞാനകോശമായ പ്രൊഫസർ ആര്? ജോൺ സ്റ്റീവൻസ് ഹെൻസ്ലോ. ജോൺ സ്റ്റീവൻസ് ഹെൻസ്ലോ. ചാൾസ് ഹെൻസ്ലോയോടൊപ്പം സായാഹ്ന സവാരിയിൽ പങ്കാളിയായി. കോളേജിലെ മറ്റുള്ളവർ അവനെ കളിയാക്കി വിളിച്ചു ഹെൻസ്ലോയ്ക്കൊപ്പം നടക്കുന്നവൻ എന്ന്. ചാൾസിൻ്റെ അത്താഴം ഹെൻസ്ലോയുടെ കൂടെയായിരുന്നു. 1831 ചാൾസ് ബിരുദധാരിയായി.
22-ാമത്തെ വയസ്സിൽ കേംബ്രിഡ്ജിലേക്ക് മടങ്ങി. കുറച്ചുകൂടി പഠിച്ച് പാതിരിയാകാമെന്ന് അവൻ തീരുമാനിച്ചിരുന്നതായിരുന്നു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ പാതിരിമാർക്ക് വിവാഹിതരാകാം. പ്രൊഫസർ ഹെൻസ്ലോ ഡാർവിനെഴുതിയ കത്തായിരുന്നു. ക്യാപ്റ്റൻ ഫിറ്റ്സ് റോയ് തൻ്റെ ബീഗിൾ എന്ന കപ്പലിൽ ഒരു യാത്ര പോകുന്നുണ്ട്. ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനായി അദ്ദേഹത്തിനൊപ്പം യാത്ര ചെയ്യാൻ ഒരു ചെറുപ്പക്കാരനെ വേണം. റോയിയുടെ ക്യാബിൻ തന്നെ അയാൾക്ക് ഉപയോഗിക്കാം. ശമ്പളം പ്രതീക്ഷിക്കേണ്ട. ചാൾസ് എന്തു പറയുന്നു? താൽപ്പര്യമുണ്ടോ? ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഫിറ്റ്സ് റോയ് ഒരു ഹൈഡ്രോഗ്രാഫറാണ്. ജലാശയങ്ങളുടെ ലക്ഷണങ്ങളും അവയുടെ ഘടനയും പഠിക്കുന്നയാൾ. മീറ്റിയറോളജിയും കാലാവസ്ഥാ പഠനം. ഫിറ്റ്സ് റോയിയുടെ സ്വന്തം കപ്പലാണ് ഇത്. HMS ബീഗിൾ എന്നാണ് ഇതിൻ്റെ പേര്. 2 വർഷത്തേക്കാണ് ഇവർ ആദ്യം യാത്ര ക്രമീകരിച്ചത്. ഡാർവിൻ പറഞ്ഞു, ഞാൻ ചെലവ് ചുരുക്കി കഴിഞ്ഞോളാം. അതിനുള്ള കഴിവെനിക്കുണ്ട്. എന്നെ പോകാൻ അനുവദിക്കണം. ബീഗിൾ എന്ന കപ്പലിലാണ് പോകുന്നത്. നീ സമർത്ഥനാണെന്ന് എല്ലാവരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. അച്ഛൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു. അങ്ങനെ 1831 ഒക്ടോബറിൽ ഡാർവിൻ വീട്ടുകാരോട് വിട ചൊല്ലി പ്ലിമത്തിലേക്ക് പോയി. എന്നാണ് ഡാർവിൻ പ്ലിമത്തിലേക്ക് യാത്ര തിരിച്ചത്. 1831 ഒക്ടോബറിൽ. കപ്പൽ മാർഗം ലോകം ആദ്യമായി ചുറ്റിക്കറങ്ങിയത് ആര്? ഫെർഡിനാൻഡ് മഗല്ലൻ. 1522. കപ്പൽ മാർഗം ലോകം ആദ്യമായി ചുറ്റിക്കറങ്ങിയത് ആര്? ഫെർഡിനാൻഡ് മഗല്ലൻ. 1522. 2 വർഷത്തേക്കായി യാത്ര തിരിച്ച കപ്പൽ എത്ര വർഷമെടുത്തു? 5 വർഷം. ക്യാപ്റ്റൻ റോയിയുടെ ദേഷ്യം അതിൻ്റെ ഉച്ചകൊടിയിലെത്തുന്നത് എപ്പോഴാണ്? പുലരിയിലാണ്, അതായത് അതിരാവിലെ. ഇങ്ങനെ കപ്പൽ കരയിലേക്ക് അടുക്കുമ്പോൾ ഡാർവിനെ സഹായിക്കാൻ എന്താണുള്ളത്? ഇങ്ങനെ ഓരോന്നും കളക്ട് ചെയ്യുന്ന സമയത്ത്, പെറുക്കിയെടുക്കുന്ന സമയത്ത് ഡാർവിൻ്റെ കയ്യിൽ ലയലിൻ്റെ പുസ്തകമായ ഭൂഗർഭ ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകമുണ്ടായിരുന്നു. നോക്ക്, ചെറുക്കൻ്റെ തലയുടെ രൂപം തന്നെ മാറിപ്പോയി. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? കപ്പൽ യാത്ര കഴിഞ്ഞ് വന്ന ചാൾസ് ഡാർവിനെ നോക്കി. ഡാർവിൻ്റെ അച്ഛനാണിങ്ങനെ പറഞ്ഞത്. ചാൾസ് ഡാർവിൻ തിരിച്ച കപ്പലിൻ്റെ പേരെന്ത്? HMS ബീഗിൾ. HMS ബീഗിൾ. അവർ കപ്പലിൽ എങ്ങോട്ടാണ് യാത്ര തിരിച്ചത്? പ്ലിമത്തിലേക്ക്. ഫോസിൽ എന്നാൽ എന്ത്? വളരെ പണ്ടെന്നോ ചത്തടിഞ്ഞ ഒരു സസ്യത്തിൻ്റെയോ മൃഗത്തിൻ്റെയോ ഭൂമിയുടെ ബാഹ്യപടലത്തിൻ്റെ, അതായത് മണ്ണിലോ പാറയിലോ, അതാണ് ഭൂമിയുടെ ബാഹ്യപടലം, ഇപ്പോഴും കിടക്കുന്ന അവശിഷ്ടം, അതാണ് ഫോസിൽ. ഫോസസ് എന്ന വാക്ക് ഏതിൽ നിന്ന് വന്നതാണ്? ലത്തീൻ വാക്കിൽ നിന്നാണ് വന്നത്. ഫോസസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? കുഴിച്ചെടുത്തത്. ഫോസിലുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എന്ത്? പാലിയൻറ്റോളജി. ഡൈനസോറുകൾക്ക് പേരിട്ടത് ആര്? ബ്രിട്ടനിലെ ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഓവൻ. ഡാർവിനും കൂട്ടരും ചെറുതോണിയിൽ സഞ്ചരിച്ചപ്പോൾ ഉണ്ടായ ഭയാനകമായ സംഭവം എന്ത്? തെക്കേ അമേരിക്കയിലെ തെക്കേ മുനമ്പിലുള്ള ടിയറ ഡെൽ ഹ്യൂഗോ എന്ന സ്ഥലത്ത് വെച്ച് ഹിമക്കട്ടകൾ, വലിയ മഞ്ഞുകട്ടകൾ ഇടിഞ്ഞ് കടലിലേക്ക് വീഴുകയും കൂറ്റൻ തിരമാലകൾ ഉണ്ടാകുകയും ചെയ്തു. ഈ സമയത്ത് മനസാന്നിധ്യം നഷ്ടപ്പെടാതെ
ചെറുതോണിയെ കരയിലേക്ക് അടുപ്പിക്കുവാൻ ചാൾസിൻ്റെ മനസാന്നിധ്യം കൊണ്ട് മാത്രം സാധിച്ചു. ബീഗിൾ എന്ന കപ്പൽ ദ്വീപിൽ, അതായത് ഗലാപ്പഗസ് എന്ന ദ്വീപിൽ എത്തിയത് എപ്പോൾ? 1835 സെപ്റ്റംബർ 15. ഗലാപ്പഗസ് ദ്വീപുകൾ എവിടെയാണ്? ശാന്തസമുദ്രത്തിൽ. ഗലാപ്പഗസ് ദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? 13 വലുതും 6 ചെറുതും. ഗലാപ്പഗസ് എന്നതിൻ്റെ അർത്ഥമെന്ത്? ആമകൾ എന്നാണ് അർത്ഥം. ഇത് സ്പാനിഷ് ഭാഷയിലെ അർത്ഥമാണ്. ഏറ്റവും വലിയ ആൺ ആമകൾക്ക് എത്ര തൂക്കം വരും? 225. ബീഗിൾ എന്ന കപ്പൽ ആദ്യം കരയ്ക്കടുപ്പിച്ചത് എവിടെ? കേപ്പ് വർഡി ദ്വീപുകൾക്കരികിൽ. കേപ്പ് വർഡി ദ്വീപുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഈ ദ്വീപുകൾ ഉഷ്ണമേഖലാ ദ്വീപുകളാണ്. ഇത് ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ട് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് കുറച്ചകലെ. ലഭിച്ച മറ്റൊരു പ്രശസ്തമായ പുസ്തകം ഏത്? അത് എഴുതിയത് ആര്? റെവറൻഡ് തോമസ് മാൽത്തൂസ്. പുസ്തകത്തിൻ്റെ പേര് ജനസംഖ്യയുടെ മൂലകാരണം. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകൃതി നിർദ്ധാരണം എന്ത്? ആളുകൾ പെരുകുന്നതിനനുസരിച്ച്, ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആളുകൾക്ക് കഴിക്കുവാനുള്ള വിഭവങ്ങളുടെ എണ്ണം കുറയുകയും ആളുകൾ ക്ഷാമത്താൽ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ആളുകളും, അതായത് ജനസംഖ്യയും ആഹാരവും തമ്മിൽ ഒരേ തുല്യ അനുപാതത്തിൽ എത്തുകയും പിന്നീടുള്ള ആളുകൾ ജീവിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രകൃതി നിർദ്ധാരണം. ഡാർവിൻ്റെ ആദ്യ പുസ്തകം ഏത്? ഗവേഷണക്കുറിപ്പുകൾ. ഡാർവിൻ്റെ ആദ്യത്തെ ആൺകുട്ടിയായിരുന്നു. വില്യം എന്നായിരുന്നു പേര്. ഡാർവിന് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? 10. ഇതിൽ 3 കുട്ടികൾ മരിച്ചുപോയി. ഗവേഷണത്തിന് കൂടുതൽ സഹായിച്ച ഉത്തമ സുഹൃത്ത് ആര്? തോമസ് ഹെൻറി ഹക്സ്ലി. തോമസ് ഹെൻറി ഹക്സ്ലി. ഡാർവിൻ്റെ ബുൾഡോഗ് എന്നറിയപ്പെട്ടത് ആര്? തോമസ് ഹെൻറി ഹക്സ്ലി. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൻ്റെ അതേ സിദ്ധാന്തം കുറേ വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവന്നത് ആര്? ആൽഫ്രഡ് റസ്സൽ വാലസ്. ഡാർവിൻ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതുവാൻ തുടങ്ങിയത് 1844 മുതൽ 1857 കാലഘട്ടത്തിലാണ്. വാലസ് 1858. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ വിമർശിച്ചവരിൽ പ്രധാനി ആര്? ഒരു പഴയ ചങ്ങാതിയായിരുന്ന റിച്ചാർഡ് ഓവൻ ഒരു പാലിയന്റോളജിസ്റ്റാണ്. ചാൾസ് ഡാർവിൻ്റെ അവസാനത്തെ പുസ്തകം ഏത്? എപ്പോൾ പ്രസിദ്ധീകരിച്ചു? 1881 ഡാർവിൻ്റെ അവസാന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പുസ്തകം മണ്ണിരകൾ. ഇന്നും പല ശാസ്ത്രജ്ഞരും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നില്ല. മനുഷ്യക്കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന തത്വത്തെ. അദ്ദേഹത്തിന് അന്നറിയാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്കറിയാം. കോശങ്ങളാണ് ജീവനിർമ്മിതിയുടെ അടിസ്ഥാന ശിലകളെന്ന് ഇന്ന് നമുക്കറിയാം. നമ്മുടെ നേത്രത്തിൻ്റെ നിറം മുതൽ മൂക്കിൻ്റെ ആകൃതി വരെ എല്ലാം നിയന്ത്രിക്കുന്ന സന്ദേശം വഹിക്കുന്നത് DNA തന്മാത്രകളാണെന്നും നമുക്കറിയാം. ഡാർവിന് അന്ന് ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ അറിവിലേക്ക് നമ്മെ എത്തിച്ചത് അദ്ദേഹം തന്നെയാണ്. ഇനി ഈ ചാനലായ ലേൺ ആൻഡ് ഗ്രോയിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്നവർക്കായിട്ടുള്ള അഡ്വാൻസ്ഡ് GKയും മറ്റുള്ള എല്ലാ ടിപ്സും ഇതിലുണ്ടായിരിക്കും. നിങ്ങൾ തുടർന്നും ഈ ചാനൽ കാണുക. താങ്ക് യു. ഇതോടെ ആൾക്കുരങ്ങിനെ ആളാക്കിയവൻ ചാൾസ് ഡാർവിൻ്റെ ജീവചരിത്രം ഇവിടെ അവസാനിക്കുന്നു.
നിങ്ങളെല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ലക്ക്. ഓക്കെ ഡിയേഴ്സ്.